യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനത്തിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൽ താൻ തൻ്റെ മുമ്പിൽ കടന്നു വരുന്നവരായ ശിഷ്യന്മാരെയും അതുപോലെ തന്നെ പുരുഷാരത്തെയും പഠിപ്പിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവരാജ്യം എന്നുള്ള വിഷയം. അത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതായ പഠിപ്പിക്കലുകളായിരുന്നു യേശുവിൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മളും ഈ ദൈവരാജ്യത്തിന്റെ ഉപമയെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുകയും ദൈവരാജ്യത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ടാകണം. ഇതുവരെയും ഏതാണ്ട് നമ്മൾ 4ഓളം ഉപമകൾ പഠിക്കാനിടയായി തീർന്നു. ഈ ഉപമയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ആ വലിയ രഹസ്യങ്ങളെ മനസ്സിലാക്കി ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞതുപോലെയുള്ള ആ ആത്മീക അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിന് ഈ വചനധ്യാനം നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നിർഭാഗ്യവശാൽ അനേക ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് അവർ നയിക്കുന്നത്. സാധാരണ പോലെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, വിശുദ്ധ വേദപുസ്തകം ഒരു മതപരമായി വായിക്കുന്നു, അത്രമാത്രം അല്ലേ ഉള്ളൂ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ വചനധ്യാനം മൂലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, അതായത് കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിന് കൂടുതൽ അർത്ഥവും കൂടുതൽ ഫലപ്രദമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചതായ വേദഭാഗം മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വേദഭാഗമായിരുന്നല്ലോ. ദൈവരാജ്യത്തെ വളരുന്ന ഒരു വിത്തിനോട് കർത്താവ് യേശുക്രിസ്തു ഉപമിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ മണ്ണിൽ താൻ വിത്ത് വിതച്ച ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വളരുന്നത് പോലെ ആകുന്നു ദൈവരാജ്യം എന്നാണ് യേശു അവിടെ പറയുന്നത്. ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? ഈ മനുഷ്യൻ വിത്ത് വിതച്ചു, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അവൻ വളരെ നോർമലായിട്ടുള്ള ജീവിതം, സാധാരണയുള്ളതായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ വിശ്വാസമുണ്ട്. താൻ ആ വിത്തിൽ വിശ്വസിക്കുന്നു, വിത്തിൽ ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നു, വിത്തിൽ വളർച്ചയുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നു. ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ താൻ തൻ്റെ വയലിലേക്ക് ചെല്ലുമ്പോൾ ആ വിത്തുകളെല്ലാം തന്നെ മുളച്ചു നിൽക്കുന്നത് തനിക്ക് കാണാൻ കഴിയുമെന്ന് താൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൽ, ദൈവവചനത്തിൽ നാം വിശ്വസിക്കണം. നാം വിശ്വസിക്കുന്ന വചനം നമ്മളിൽ അതിനെ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. പല ആളുകളും കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. പക്ഷേ ദൈവത്തിൽ ആ പ്രാർത്ഥനയിലൂടെ അവർക്ക് വിശ്വസിക്കാൻ കഴിയണം. ഒരുപക്ഷെ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി അപ്പോൾ തന്നെ അവർക്ക് കണ്ടില്ലേ. അവർ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അതേപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ കൃഷിക്കാരനും ചെയ്തത്. താൻ തൻ്റെ ആ വയലിൽ താൻ വിതച്ചിട്ട് അവൻ ഒരു സാധാരണ ജീവിതം നയിക്കുമ്പോൾ തന്നെ താൻ വിതച്ചതായ വിത്തിൽ താൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വായിക്കുന്നതായ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അതേ, ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. സാധാരണയായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നത്തെ ഒരു കാലം ഇൻസ്റ്റന്റുകളുടെ ഒരു കാലമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിക്കുന്നു ആ നിമിഷം തന്നെ ആ വ്യക്തിയിൽ വിടുതൽ സംഭവിക്കണം. നമ്മൾ ആരും വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയി. അപ്പോൾ ആ വീട്ടുകാർ ആഗ്രഹിച്ചത് ഞാൻ അവിടെ ചെന്ന് അവരുടെ പ്രയാസപ്പെടുന്നതായ മകളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ആ മകൾക്ക് അപ്പോൾ തന്നെ പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അപ്പോൾ തന്നെ ആ വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ നിരാശനല്ലായിരുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിന് പ്രാർത്ഥന കഴിഞ്ഞു മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിഞ്ഞും ദിവസങ്ങളും
ആ വ്യക്തി വിശ്വാസത്തോടുകൂടെ അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പോഴാണ് നമ്മളിൽ ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു ഗോഡ് ഹാവ് ഹിസ് ഓൺ ടൈം. ദൈവത്തിന് അവൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. കാനായിലെ കല്യാണത്തിന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ അതേ വാക്കല്ലേ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതുവരെയും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വളർച്ചയല്ല. ആ വളർച്ചയുടെ തുടക്കം നമുക്ക് വിശ്വസിക്കുവാനേ കഴിയത്തുള്ളൂ. എന്നാൽ പിന്നീടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ വിത്ത് മുളച്ചു വന്നു. ഇനി മുളയ്ക്കുക മാത്രമല്ല, അത് വളർന്ന് വളർന്ന് പിന്നീട് നമ്മളിവിടെ വായിക്കുന്ന പോലെ ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. there is an order. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ന് പറയുന്ന പോലെ ദൈവരാജ്യത്തിലും ചില ക്രമങ്ങളുണ്ട്, ദൈവം വെച്ചിരിക്കുന്നതായ ചില ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിന് ഒരു ക്രമം ഉള്ളത് കൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടെ നാം ദൈവത്തിനായി കാത്തിരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു കാത്തിരിപ്പല്ല, കാത്തിരിപ്പുകളുടെ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ തനിക്കുണ്ടായിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞതായ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരകയറ്റി. ഇന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അത് നമുക്കോരോരുത്തർക്കും ദൃശ്യമായി ദൈവം ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് വരെയും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. കാരണം ആ വിഷയത്തിൽ ദൈവത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. അതെ, ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് തന്നെയാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ നമ്മൾ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. ഇവിടെയാണ് ഈ ഉപമയുടെ ഒരു കൾമിനേഷൻ, ഒരു പൂർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ദൈവരാജ്യം വളരുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ദൈവരാജ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചും ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ താൻ പറയുന്നു കൊയ്ത്തിനെ കുറിച്ച്. ഒരു കൃഷിക്കാരൻ താൻ വിതച്ചതായ വിത്ത് വളർന്ന് അത് നിറയെ ധാന്യ മണികൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ, അത് പാകമാകുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ കിട്ടും, ഇപ്പോൾ കൊയ്ത്തിന്റെ സമയമായിരിക്കുന്നു. അതേ, ദൈവവചനത്തിലും ഒരു കൊയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൊയ്ത്ത് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. അതേപോലെ തന്നെ എപ്രകാരമാണ് ആ കൊയ്ത്ത് സംഭവിക്കുന്നതെന്നും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കൊയ്ത്തിനെ കുറിച്ച് മാത്രമേ കാണുന്നുള്ളൂ. അതിനർത്ഥം നമ്മൾ കൊയ്ത്തിനെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, കൊയ്ത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. നോക്കുക, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുക. ഇവിടുത്തെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് കൊയ്ത്തിന്റെ പ്രവൃത്തി. വിതയുടെ പ്രവൃത്തി അവൻ ആരംഭിച്ചു ദൈവരാജ്യം പ്രസംഗിക്കുക വഴി. ഈ വയലിൽ കർത്താവ് തന്റെ വേലക്കാരെ ആക്കി വെച്ചു, എന്നെപ്പോലുള്ള ആളുകളെ, നിങ്ങളെപ്പോലുള്ള ആളുകളെ ആക്കി വെച്ചു. പക്ഷെ ദൈവം നോക്കുന്നത് ഇതിനെ കൊയ്ത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ കൊയ്യുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. വിത്ത് മുളച്ച് അത് ചെടികളായി സസ്യങ്ങളായി മാറിയപ്പോൾ ചില ന്യൂനതകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വിത്തിനോടൊപ്പം തന്നെ കളയും കൂടെ അവിടെ മുളച്ചു വന്നു. കള നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അതേ, ഈ വിതച്ചവനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് കളകൾ എന്ന് പറയുന്നത്. അത് നമ്മളെയും വളരെയധികം അസ്വസ്ഥപ്പെടുത്തും. ഈ കാലത്ത് ഉണ്ടാകുന്ന ദുരുപദേശങ്ങൾ, സഭയിലുള്ള ഭിന്നതകൾ, പിശാച് പലരെയും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് സഭയുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നതായ കാര്യങ്ങൾ നമ്മളെ വളരെയധികം അസഹ്യപ്പെടുത്തുന്നതാണ്. നമ്മളെ അസഹ്യപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സഭയുടെ ഉടമസ്ഥനായ കർത്താവ് യേശുക്രിസ്തുവിനെ ഇത് അസഹ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം,
വീശുമുറം അവൻ്റെ കയ്യിലേ ഉള്ളൂ, നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഈ കളത്തെ, ഈ സഭയെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മെ വിളിച്ച വേല നമ്മൾ ചെയ്യുക. നീ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട്, ദൈവം നിന്നെ ഒരു സുശേഷകനായിട്ട് വിളിച്ചെങ്കിൽ നീ സുശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്നെ ഒരു ഇടയനായിട്ട് ദൈവം വിളിച്ചെങ്കിൽ അത് ഇടയന്റെ പ്രവൃത്തി ചെയ്യുക. ദൈവം ഏതൊരു അളവിലാണ് നമ്മെ വിളിച്ചത് ആ പ്രവൃത്തി ചെയ്യുക. പക്ഷേ വീശുമുറം ദൈവം ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് അനേകരും വീശുമുറം കൊണ്ട് നടക്കുന്നു എന്നുള്ളത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിളിച്ച വേല നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തു തീർച്ചയായിട്ടും ഈ കളം ശുചീകരിക്കുന്നതായ ഒരു ദിവസം വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവിധ വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പിന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. കൊയ്യുന്നവർ ദൂതന്മാരാണെന്നുള്ളതും നമുക്ക് ഈ ഭാഗങ്ങൾ നല്ല തന്നെ വ്യക്തവുമാണ്. കാരണം കർത്താവ് ദൂതന്മാരെയാണ് അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായി തീരും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 14 മുതൽ 16 വരെ വേദഭാഗം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാളയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്തു നടന്നു. നോക്കണേ, ഭൂമിയിൽ കൊയ്ത്തു നടക്കുന്നു. അതിനർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. അതിനർത്ഥം കർത്താവ് മാക്സിമം സമയമെടുത്ത്, കൂടുതൽ സമയമെടുത്ത് ഭൂമിയിലെ കൊയ്ത്തിനു വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. ചിലരൂടെ വ്യത്യാസപ്പെടുവാൻ, ചിലരൂടെ മാനസാന്തരപ്പെടുവാൻ, ചിലരൂടെ രക്ഷിക്കപ്പെടുവാൻ അതേ കർത്താവ് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രവചന സൂചികയാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം എന്നുള്ള മർമ്മം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കൃഷി എന്ന പോലെ തന്നെ ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെടുന്ന വിത്തായ ദൈവരാജ്യം വളരെ നോട്ടീസബിൾ അല്ല, ശ്രദ്ധിക്കപ്പെടുകയില്ല. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അവ ശ്രദ്ധിക്കപ്പെടുകയും അതിലുള്ള കളകൾ ശ്രദ്ധിക്കപ്പെടുകയും അതിലുള്ള പതിരുകൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം തന്നെ വൃത്തിയാക്കുന്ന ഒരു സമയമുണ്ട്, ഇതെല്ലാം വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവും അനന്തര കാര്യങ്ങളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതെ, നമുക്ക് നൽമണികളായി കർത്താവിനോട് പ്രയോജനപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ആരും തന്നെ കൈവിടപ്പെട്ടു പോകാതെ, ഞങ്ങൾ ആരും തന്നെ പതിരായി തീരാതെ, ഞങ്ങൾ ആരും തന്നെ കളയായി തീരാതെ, കർത്താവെ, അങ്ങ് എങ്ങനെയാണോ ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചത് അപ്രകാരം വളർച്ച പ്രാപിക്കുവാൻ, അങ്ങയിൽ വിശ്വസിക്കുവാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയ കൂട്ടായ്മയ്ക്കും ദൈവവചന പഠനത്തിനും ഞങ്ങളുമായി ബന്ധപ്പെടുക. God bless you all. Have a nice day.